ചങ്ങായിമാരെ, ഞാൻ എന്നുള്ളതേ നമ്മളെ വട്ടപ്പന്തുള്ള സ്നേഹാലയം അഭയമന്ദിരത്തിലാട്ടോ. ഇന്ന് ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനാണല്ലോ. അപ്പൊ ഇന്നത്തെ ദിവസം AKHM UP ചാത്തത്തോടി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് വളണ്ടിയേഴ്സും അധ്യാപകരും സ്നേഹാലയം സന്ദർശിക്കാൻ, അവരുടെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനും കുറച്ചു നേരം അവരോടൊപ്പം ചെലവഴിക്കാനുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഒരുപാട് സാധനങ്ങൾ ഇതാ ഈ മക്കള് സ്നേഹാലയത്തിലെ അച്ഛനമ്മമാർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഇവർക്കുള്ള ഒരു നേരത്തെ ഭക്ഷണം ഇവരുടെ വക കേട്ടോ. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്നേഹാലയത്തിന്റെ നടത്തിപ്പും എല്ലാം ചുമതലയും വഹിക്കുന്ന നമ്മളെ സുധീറേട്ടൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട അധ്യാപകർ, അതോടൊപ്പം നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ വിദ്യാർത്ഥികൾ, നമ്മുടെ PTA പ്രസിഡന്റ് മുജീബ് ഉൾപ്പെടെയുള്ള PTA ഭാരവാഹികൾ, അതിലുപരി നമ്മളെ ഈ സ്നേഹാലയത്തിലെ അന്തേവാസികൾ. ചാത്രത്തൊടി AKHM UP സ്കൂൾ പെരുവള്ളൂർ പഞ്ചായത്തിലാണ്. ഇതിന് തൊട്ടടുത്തുള്ള പഞ്ചായത്തിലെ ഒരു UP സ്കൂളാണ്. 5, 6, 7 ക്ലാസ് പഠിക്കുന്ന ഒരു UP സ്കൂളാണ്. അവിടെയുള്ള വിദ്യാർത്ഥികൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ അതിന്റെ കാഡറ്റ്സ് ഈ ജനുവരി 15 ഒരു പ്രവർത്തനം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തത് ഈ സ്നേഹാലയത്തിലെ അന്തേവാസികളോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, പാലിയേറ്റീവ് കെയർ ഡേ ആണ്. അതിന്റെ അപ്പുറത്തേക്ക് അവരുടെ ഈ വർഷത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സംതൃപ്ത പരിചരണം, എല്ലാവരുടെയും അവകാശം എന്നുള്ളതാണ്. അങ്ങനെ സംതൃപ്തിയോടുകൂടി ഇവര് 9 പേര് ഈ സ്നേഹാലയത്തിൽ ജീവിക്കുമ്പോൾ അവരെ അതേ അർത്ഥത്തിൽ അവർ വീട്ടിലുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അവരെ പരിചരിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ ഒന്ന് കാണുക, അവർക്ക് നമ്മുടെ കുട്ടികളുടെ സഹായം, അവരുടെ സ്നേഹം എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതായാലും നമുക്ക് ഇവിടെ വരാൻ സാധിച്ചു. നമ്മുടെ രക്ഷിതാക്കൾക്കും അതുപോലെ അധ്യാപകർക്കും ഒക്കെ ഇവിടെ സന്ദർശിക്കാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇവരോടൊപ്പം കുറച്ചു നേരം നമ്മളിവിടെ സമയം ചെലവഴിക്കുകയാണ്. ഇവരുടെ സന്തോഷത്തിലും അതുപോലെ അവരുടെ കളിയിലും ചിരിയിലും ഒക്കെ നമ്മളും കൂടി ഭാഗമാവുകയാണ്. നമ്മുടെ കുട്ടികളും അതിനൊക്കെ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്. ഏതായാലും കുറച്ച് സമയത്തേക്ക് നമ്മളിങ്ങനെ കുറച്ച് സമയം നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി പോവാം. ഭൂതിയേട്ടന്റെ മാജിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമ്മുടെ സമയങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. PTA പ്രസിഡന്റ് മുജീബ് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. ഇന്നത്തെ ദിവസത്തില് സമൂഹത്തിന്റെ ഈ ഒരു മേഖലയിലേക്ക് കൂടി സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ശ്രദ്ധ എത്തിക്കുക എന്നുകൂടി ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അടച്ചിട്ട ക്ലാസ് റൂമുകൾക്കുള്ളിൽ നിന്നും കിട്ടുന്ന അറിവിന്റെ അപ്പുറത്തേക്കുള്ള വലിയൊരു അറിവിന്റെ വാതായനങ്ങളാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്. ഈ വയോജനങ്ങൾക്കൊപ്പം ചെലവഴിക്കുമ്പോൾ ഇവരുടെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇനിയും പ്രചോദനമാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമസ്കാരം. ഈ അഗതി മന്ദിരത്തിലെ എല്ലാ അന്തേവാസികൾക്കും ഞങ്ങളുടെ, അതായത് എന്റെയും എന്റെ മക്കളായ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ കുട്ടികളുടെയും വക എല്ലാ ആശംസകളും നേരുന്നു. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ചെലവഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. ഇന്ന് ഇങ്ങോട്ട് എത്തുന്നത് വരെ ഞങ്ങൾ AKHMലെ എല്ലാ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ മക്കളുടെ കൂടെയും ഞങ്ങളുടെ കൂടെയും സ്കൂളിന്റെ കൂടെയും ഉണ്ടാകണം എന്നുകൂടി ആഗ്രഹിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഈ സ്നേഹാലയത്തിലുള്ള ഓരോ അന്തേവാസികളും ആരോരും ഇല്ലാത്തവരാ, തെരുവിൽ നിന്ന് കിട്ടിയവരാണ്. ഇതാണ് ഭൂപതിയേട്ടന് എല്ലാ ഭാഷയും കൈകാര്യം ചെയ്തിട്ടോ. അതുപോലെ തന്നെ ഇതാ മാജിക് കാണിക്കും. പിന്നെ ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ മൂപ്പര് വരച്ചാട്ടോ. നല്ല അടിപൊളി ആർട്ടിസ്റ്റും കൂടിയാണ് മൂപ്പര്. അപ്പൊ നമുക്ക് ഭൂപതിയേട്ടന്റെ മാജിക്കുകളൊന്ന് കണ്ടാലോ? എന്നാ കാണല്ലേ. Ladies and gentlemen, it is one of the best item in the auditorium. It is one of the Bengal magician program. खेल देखिए, कमाल देखिए, बंगाल का जादू देखिए. ये जादू का खेल है, जादू का प्रोग्राम है. हिंदी അറിയതോ ഇല്ലയോ ഞാൻ പറഞ്ഞിട്ടേ അല്ല. all of you good afternoon. ഞാൻ ഒരു ചെറിയ പരിപാടി, ഞാൻ മാജിക്കുള്ള പരിപാടി. ഞാൻ ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ആൻസർ കൊടുത്താൽ മതി കുട്ടികളെ. എന്നടുത്ത ഒരു സ്ലേറ്റ് ഉണ്ട്, ഹോളി സ്ലേറ്റ്. ഇതിൽ ഏതുണ്ടാ നോക്കണം? ഇല്ലല്ല. ഏതുണ്ടാ? ഇത് മൂടി വന്നാളത്ത് വാട്ടർ ഓഫ് ഇന്ത്യ എന്നടുത്ത് ഒരു സാധാരണ ഒരു ചെമ്പുണ്ട്, കൽസ്യമുണ്ട്. ഇത് കൽസ്യം പറയാനല്ല, എന്താണ് പറയും, ചെമ്പൂന്ന് പറയും തമിഴില്.
ഇത് കൽസിൻ പറയും മലയാളത്തില്. ഇതിലിருந்து ഞാൻ വെള്ളം ഒഴിക്കും. ഇതില് ഞാൻ വെള്ളം ഒഴിച്ചു. ഇതിൽ വെള്ളം ഉണ്ടാ? നന്നായിട്ട് നോക്കണം. പറയുക വെള്ളം ഉണ്ടാ? ഇല്ല. இப்போ நான் இதோட வச்சு இந்த இந்தியாவுக்குள்ள எத்தனையோ நதி போகுது இல்ல, புழை. ஏதாவது ஒரு புழை பேர் பாருங்க. இந்தியாக்குள்ள பெரியார் புழையா? சரி, അവിടെ இருந்து நான் வெள்ளம் கொண்டு வந்து, நீங்க எந்த புழை പറഞ്ഞாலும் நான் வெள்ளம் கொண்டு வந்து. இப்ப வெள்ளம் உண்டா? இப்ப நான் இதோட வச்சு இப்ப கேரளாவில் எல்லாரும் ஐயப்ப சுவாமி போறாங்கல்ல, மலைக்கு போறாங்க. അവിടെ ஒரு புழை உண்டு இல்லை, பம்பா. அந்த பம்பா நதியில இருந்து நான் குறைச்சி வெள்ளம் கொண்டு வரேன். இப்ப வெள்ளம் உண்டா சார்? இல்ல. இப்ப என்னுடைய சாய்ஸ், தமிழ்நாட்டில இருந்து காவேரி கொண்டு வரேன். குறை தூரம் இல்லை, அதனால குறைச்சிதான் வரும். நான் இந்த பெட்டியை காமிக்கும். அப்ப நான் மூடும் போறது மூடணும். இது ஒரு காலி பெட்டி. எது உண்டா மேடம்? இல்ல. ஓ, மூடு. மந்திரவடி மந்திர 2 கரக்கு 2 கரக்கு 1 2 3 மாத்தி. இப்போ இயாள் மந்திரம் போடு. பால் லாஸ்ட் ஐட்டம், வெரி இன்ட்ரெஸ்டிங் ஐட்டம். மேஜிக் நன்னா இருந்தா நீங்க சமானம் கொடுங்க, நன்னா இல்லைன்னா வேண்டாம். இது நம்பர் 1, இது நம்பர் 2. മനസ്സിലായ? நானே இப்ப காமிக்கும். நம்பர் 1ல என்ன கண்டு പറയാൻ പാടില്ല, நான் ചോദിക്കും போது പറയും. நம்பர் 1 என்ன உண்டு, நம்பர் 2ல என்ன உண்டு நான் ചോദിக்கும் போது പറഞ്ഞാൽ മതി. இது நம்பர் 1, இது நம்பர் 2. இப்ப நம்பர் 1ல மேடம் என்ன கண்டு, നമ്പർ 2ல என்ன കണ്ട്? ബോട്ടിൽ. അല്ലേ? ഇങ്ങനെ കള്ളം പറയാൻ പാടില്ല. 1 2 3 பாட்டில் ഇവിടെ வந்து ഗ്ലാസ് இல்ல. இப்போ நீங்க ஃபெயில் ஆயில்ல. இப்போ நான் காமிக்கும். நல்ல ஒரு கையடி கொடுக்கணும். ஹலோ, இந்த பேர் എന്താ? ஜானி வாக்க. நீ உடனே வந்து நானே அமெரிக்காவில இருந்து வந்தேன். ரைட். அமெரிக்காவில இந்த அச்சனுக்கு எந்த பணி? வாஷிங்டன்ல வாஷிங் பண்ணி வரும். ரைட். ഇവിടെ வந்திருக்க எல்லாருக்கும் அம்பலத்துல பூஜாரி எங்க பூஜை செய்யணும்னு പറഞ്ഞുவிடு. ഇവിടെ വந்திருக்க எல்லாருக்கும் முஸ்லிம்ஸ் எങ്ങനെ இஸ்கரிக்கும் പറഞ്ഞുவிடும். ഇവിടെ വந்திருக்க കുട്ടികൾക്ക് ഇംഗ്ലീഷില് കവി ഒന്ന് പറഞ്ഞുവിടും. Twinkle, twinkle, little star, how I under Adi on this sky, like a lion in this sky. Right. உனக்கு எத்தனை பாஷை அறியும்? எனக்கு 8 பாஷை அதிகம் வரும். என்னென்ன பாஷை? தமிழ், தெலுங்கு, கன்னடம், மலையாளம், ஹிந்தி, மராட்டி, குஜராத்தி, ராஜஸ்தான். ரைட். ஹிந்தியில ஒரு பாட்டு பாடு. ஜானா கஹ அர்னாய் ஹ இஸ்தீசா ஜானா கஹ. ரைட். ഇവിടെ വந்திருக்க എല്ലാവർക്കും മലയാളത്തിൽ ഒരു പാട്ട് പാടിക്കൊടു. കടലിന് കണഹോണാരി കാണാഹോണാരി ഹോയറോരെന്ത് കണ്ടോറും കൈ നിലയ ഹോയറോരെന്ത് കണ്ടോറും. ரைட். மோகன்லால் அறியுமா? ஓ, மோகன்லால் பாட்டு பாட வந்து பாடு. ஆட்டு உணல் ஹோயலில் அஞ்சேயில் சாஞ்சனா கொஞ்சிலம் கை ஈசினே தோணி ஏறி ஹோயில். ഇവിടെ വந்திருக்க எல்லாருக்கும் எந்த பதியும்? நன்றி, நமஸ்காரம், தேங்க்யூ 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 தேங்க்யூ. ഭൂപതിയേട്ടന്റെ മാജിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാലേ കൊടുത്താളിട്ട ലൈക്ക്. അടുത്തതായിട്ട് കുട്ടികൾ അടിപൊളി പാട്ടും ഡാൻസും ഒക്കെ കേട്ടോ. അപ്പൊ നമുക്ക് പാട്ടൊന്ന് കേട്ടോക്കാം. Thank you.
ആട്ടിയുറക്കാനുള്ള കരഞ്ഞേ ചെല്ലക്കുഞ്ഞേ കുഞ്ഞിക്കൈ തപ്പൂ തപ്പൂ താളം കൊട്ടിരിച്ചിരിച്ചേ കണ്ണന്റെ കാടുകാട്ടാറും കൂടെ ചിരിച്ചേ കണ്ണിപ്പൊന്നേ കുഞ്ഞിക്കാൽ പിച്ചാ പിച്ചാ തത്തി തത്തി നീ നടന്നേ ഇന്നത്തെ കണ്ണു നിറഞ്ഞേ ഉള്ളു നിറഞ്ഞേ ചൊല്ലക്കുഞ്ഞി. അപ്പൊ അതിങ്ങനെ നമ്മള് മുഹമ്മദാക്കണ്ട് ഇവിടെ. നിങ്ങളെ പേരെന്താണ്? മുഹമ്മദാക്കനല്ലേ? സാങ്കുന്നത്ത് മുഹമ്മദ്. സാങ്കുന്നത്ത് മുഹമ്മദ്. ആ നിങ്ങൾ പാട്ടാടൂല്ലേ? 5 പറമ്പ്. 5 പറമ്പ്. എന്നൊരു പാട്ടടിക്കാണ്. പാടിപ്പോ ഞാന് ആ. പിന്നെ പാവാട വേണം മേലാട വേണം ഉമ്മാന്റെ മോള് പാപ്പാന്റെ മോള് പൊന്നാര മോളാണ് പാവാട വേണം മേലാട വേണം പൊന്നാര മോക്ക്. ഇനി അടുത്ത് ഇനി വേറുണ്ടോ? വേറുണ്ടോ? വേറെ ഇതന്നെ ഉള്ളൂ. അതെന്നെ ഉള്ളു. സാർ എങ്ങനെ കുഴപ്പമില്ല. പഴയകാല പാട്ടുകൾ അതെ. അപ്പൊ നിങ്ങളെ പണ്ടത്തെ പരിപാടിക്ക് എന്തേനി? ഞാന് കീറിയ നോട്ട്, പൊളിഞ്ഞ നോട്ട്, മുറിഞ്ഞ നോട്ട്, കറ പിടിച്ച നോട്ട്, മസിയായ നോട്ട്, ചെതില് പിടിച്ചത്, എലി മുറിച്ചത്, ആൾ കൺട്രി, ഓൾ കൺട്രി, പല നാടുകൾ, പല ജാതികൾ, പല സൈസുകളൊക്കെ എടുക്കല്. ചില്ലറ കാശുകൾ 1 കിലോ, 2 കിലോ, 3 കിലോ, 4 കിലോ, 5 കിലോ ഒക്കെ എടുക്കും. ഇങ്ങനെയാണ് എടുക്കണ പരിപാടികൾ. എല്ലാ സൈസും കീറിയത് പൊളിഞ്ഞതൊക്കെ പല നാട്ടിലും പോയിക്കണേ. എവിടൊക്കെ? ബൽഗാം, സാവന്തവാടി, ഗോവ, ഹൈദരാബാദ്, മൈരാശി, ബാംഗ്ലൂര്, മൈസൂര്, തിരുച്ചി, തഞ്ചാവൂര്, ഗോവ, വാസ്കോ, പഞ്ചി, മഡ്ഗോ. അവിടുന്ന് പിന്നെ ഒരുപാട് ഡൽഹി, കൽക്കത്ത, പൂന, അങ്ങനെ പോകാഞ്ഞ് ബാക്കിണ്ടാവില്ല. അവിടൊക്കെ പോയ മനസ്സിനാണ് നിങ്ങള്. നമ്മളിപ്പോഴും ഒടുക്കും പോയിട്ടില്ല. നാടൊക്കെ ചുറ്റി കണ്ടു നിങ്ങളല്ലേ? അവിടൊക്കെ പോയിട്ട് ഈ പഴയ നോട്ടുകൾ എടുക്കലും ഇതന്നെ പണിയുണ്ടായി. അത് പിന്നെ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊറേ കള്ളന്മാര് കൊണ്ടുപോയി കൊറേ മര്യാദക്ക് കൊടുത്തു. എത്ര വയസ്സിലാ പോയത്? ഇപ്പൊ ഒരു 7 വയസ്സ് 8 വയസ്സിലൊക്കെ പോയി. അന്നേ നടത്തി തുടങ്ങി പല രാജ്യത്തും. പല നാട്ടിലും അങ്ങനെ ജീവിച്ചിങ്ങനെ ഞാൻ ഇപ്പോഴും ഈ കൺട്രോൾ തന്നെയാണ്. കീറിയ നോട്ട്, പൊളിഞ്ഞ നോട്ട്, മുറിഞ്ഞ എല്ലാ നോട്ടുകളും എടുക്കല്. പ്രായത്തല്ലേ? എടുക്കും. പ്രായത്തിലേക്ക് ഇപ്പൊ കുഴപ്പമില്ല. ഇത് പിന്നെ ഇവിടെ താമസിക്കുന്ന നമ്മളെ അസൈനാറാക്ക കേട്ടോ, കൊണ്ടോട്ടി മുണ്ടക്കാലത്തുള്ള. നിങ്ങള് ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞു? അങ്ങാടി ചന്ത, ഉസ്താദ് ഇതിലൊക്കെ നിങ്ങൾ അഭിനയിച്ചത് പഴയ പടത്തിലല്ലേ? കോഴിക്കോട് ഉസ്താദ് ഹോട്ടൽ ലാസ്റ്റ് ഇതൊക്കെ അഭിനയിച്ചത്. നിങ്ങളെ പണി എന്തേന്? വല്യങ്ങാടി കോഴിപ്പണി അല്ലേ? പ്രായത്തല്ലേ? ഷാറല്ലേ? ആയിക്കോട്ടെ. ഇത് നമ്മളെ കോട്ടക്കടവുള്ള ഏട്ടനാട്ടോ. നിങ്ങളെ പേരെന്തേന്? ബിജു. ബിജു. ഇവിടെ വന്നിട്ട് എത്രയായി? 1 കൊല്ലം. ഇവിടെ തുടങ്ങി തന്നെയുണ്ടല്ലേ? ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ 1 വർഷമായി. ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുണ്ട്. അപ്പൊ അന്നേ മുതൽ മൂപ്പര് ഇവിടെ ഉണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓരോ ദിവസം ഓരോരുത്തരുടെ വക ഭക്ഷണം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അസുഖങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇതുണ്ടാകുമ്പോ കൊണ്ടുപോകും. കഴിഞ്ഞ ആഴ്ചയും പോയെന്നില്ലേ മരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പൊ ചങ്ങായിമാരെ നമ്മൾ ഇവിടുന്ന് പോവാണ്. നിങ്ങൾ കേട്ടില്ലേ ഇവരെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നിലവിൽ ഇവിടെ 8-9 പേരാട്ടുള്ളത്. ഇവരൊക്കെ ആരാരും ഇല്ലാത്ത ആളുകളാട്ടോ, തെരുവിൽ നിന്ന് കിട്ടിയ ആളുകളാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കുക. അത് ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല ഇവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഓല് നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മുടെ ഈ സ്നേഹാലയം ഉള്ളത് മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്തിലെ വട്ടപ്പൊന്ത എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പൊ അതാക്കണം നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ എത്തിക്കുക.